കന്നി 5-ാം തീയതി വന്നെത്തി. അന്ന് ഒരു ചാറ്റൽ മഴയുള്ള ദിവസമായിരുന്നു. പ്രകൃതി കണ്ണുനീർ പൊഴിച്ച് നിശ്ചേഷ്ടയായി നിന്നു. ഉച്ചയായപ്പോഴേക്കും മാനം ശരത്കാലത്തേതുപോലെ നല്ലവണ്ണം തെളിഞ്ഞു. തൃപ്പാദങ്ങൾ കൽപ്പിച്ച പ്രകാരം അന്ന് എല്ലാവർക്കും ഭക്ഷണം നൽകി. സായാഹ്ന സൂര്യൻ പശ്ചിമാകാശത്തിലണഞ്ഞു. തത്സമയം ഗുരുദേവ ശിഷ്യനായ മാമ്പലം വിദ്യാനന്ദ സ്വാമികൾ തൃപ്പാദ സന്നിധിയിൽ യോഗാവാസിഷ്ടം ജീവമുക്തി പ്രകരണം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സമയം ഏതാണ്ട് 3:15 മണിയോടടുത്തു. നമുക്ക് നല്ല ശാന്തി അനുഭവപ്പെടുന്നു എന്നരുളി ഗുരു കിടക്കയിൽ എഴുന്നേറ്റിരിക്കുവാനൊരുങ്ങി. തൃപ്പാദ ശിഷ്യനായ അച്യുതാനന്ദ സ്വാമികൾ ആ ദിവ്യകളേഭരത്തെ താങ്ങിപ്പിടിച്ചു. അപ്പോൾ ശരീരം പത്മാസനത്തിൽ ബന്ധിച്ചിരുന്നു. ഉച്ചകഴിഞ്ഞ് 3:30. ശിവഗിരി വൈദിക മഠത്തിലെ കിടക്കയിൽ ബ്രഹ്മചൈതന്യ സ്വരൂപനായിരിക്കുന്ന ആ മഹാഗുരുവിന്റെ തിരുസന്നിധിയിൽ ഉണ്ടായിരുന്ന തൃപ്പാദ ശിഷ്യന്മാർ ദൈവദശകം ആലാപനം ചെയ്തു തുടങ്ങി. ഭഗവാന്റെ കൽപ്പന പ്രകാരം മുൻപ് പലപ്പോഴും വിശ്രമവേളകളിൽ ആ പ്രാർത്ഥന ചൊല്ലാറുണ്ടായിരുന്നു. സാന്ദ്രവും ദിവ്യവുമായ നിർവാണത്തിന്റെ സാന്ദ്രസുന്ദരമായ പ്രശാന്തി എങ്ങും നിറഞ്ഞു വ്യാപിക്കവേ പ്രകൃതി ആ ഗുരുമൊഴിയിൽ സ്വയം ആമന്ത്രണം ചെയ്യുന്നതായി തോന്നിയത്രേ. ആഴമേറും നിൻമഹസ്സാമാഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം. അപ്പോൾ ഏകലോക കാരുണ്യം പ്രവചിച്ച ഭഗവാൻ ശ്രീനാരായണ പരമഹംസദേവന്റെ തൃക്കണ്ണുകൾ സാവധാനമടഞ്ഞു. ഭഗവാൻ മഹാസമാധിസ്ഥനായി. കാലത്തിന്റെ അനന്തമായ കണ്ണുകൾ മൗനസാഗര തീരങ്ങളുടെ അപാരതകളിൽ ഗുരുവിന്റെ അനശ്വരമായ അനർഘവാണികളുടെ നിഴലാട്ടം കണ്ട് പകച്ചു നിന്നു. ഇന്നും അങ്ങനെ നിൽക്കുന്നു. യുഗഹംസങ്ങൾ നീന്തും ആ മനോയമുനയിൽ ഒരു പൂമുട്ടായി വിടരാൻ കാത്തുനിന്നു കാലം. പൊന്നുതമ്പുരാന്റെ പൊന്നുതൃപാദങ്ങളിൽ എന്റെ സ്വര നമസ്കാരം.